നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു സാധാരണ കാര്യമായി കാണരുത്. ഇത് യാദൃശ്ചികമല്ല, ഇതൊരു വിളിയാണ്, ദൈവത്തിൻ്റെ ഒരു പ്രത്യേക വിളി. ഇന്നിവിടെ എത്തിയ നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് നടക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകാം, എനിക്ക് വേണ്ടി ദൈവം എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉടൻ ഫലം കാണുന്നില്ല? എൻ്റെ ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ ഒരിക്കലും ഒറ്റയാളല്ല. നിങ്ങളുടെ മനസ്സിലെ ഓരോ ചിന്തയും ദൈവം കാണുന്നുണ്ട്. ഇന്ന് ഈ ഒരു വീഡിയോ വഴി ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. ഇത് വെറുമൊരു വിനോദമല്ല, ഇത് നിങ്ങളുടെ ആത്മാവിനും ദൈവത്തിനുമിടയിലുള്ള ഒരു സൂക്ഷ്മ ബന്ധത്തിന്റെ പ്രകടനമാണ്. 3 ദേവരൂപങ്ങൾ, 3 ശക്തികൾ, 3 വ്യത്യസ്ത ഊർജങ്ങൾ. പക്ഷെ നിങ്ങളെ വിളിക്കുന്നത് ഒരാൾ മാത്രമാണ്. ആരാണത്? അതറിയാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നിടത്ത് നേരെ ഇരിക്കുക, കണ്ണുകൾ അടയ്ക്കുക, ഒരു ദീർഘനിശ്വാസം എടുക്കുക, മന്ദമായി വിടുക, വീണ്ടും ഒരു ദീർഘശ്വാസം എടുക്കുക. നിങ്ങളുടെ മനസ്സിലെ ശബ്ദം മന്ദമാകട്ടെ. നിങ്ങളുടെ ഹൃദയത്തിന്റെ സ്പന്ദനം കേൾക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ മനസ്സിൽ ദൈവനാമം വിളിക്കുക. കൃഷ്ണ, അല്ലെങ്കിൽ ശിവഭഗവാനെ, അല്ലെങ്കിൽ അമ്മേ. ഏത് നാമമാണ് സ്വാഭാവികമായിട്ട് വരുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതൊരു സൂചനയാണ്. ഒരുപക്ഷെ നിങ്ങളൊരു വലിയ തീരുമാനത്തിന്റെ മുന്നിലാണ്. ഒരുപക്ഷെ ഒരു ബന്ധം നിങ്ങളെ വേദനിപ്പിച്ചു. ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് ഒരു സമ്മർദ്ദം നിങ്ങൾ അനുഭവിക്കുന്നു. അല്ലെങ്കിൽ അകത്ത് ഒരു ഭയം നിങ്ങൾ നേരിടുന്നു, ഒരു ആശങ്ക, ഒരു അനിശ്ചിതത്വം. ദൈവം അത് കാണുന്നുണ്ട്. നിങ്ങൾ കരുതുന്നത് പോലെ നിങ്ങളുടെ കണ്ണുനീർ ആരും കാണുന്നില്ല എന്നുള്ളതല്ല. ആകാശം പോലും നിങ്ങളുടെ നിശബ്ദ പ്രാർത്ഥന കേൾക്കുന്നു എന്നതാണ്. ഈ വീഡിയോ ആർക്കും വേണ്ടിയല്ല, ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചിത്രം നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥയെ അസാധാരണമായിട്ട് പ്രതിഫലിപ്പിക്കും. അതുകൊണ്ട് വേഗം തിരഞ്ഞെടുക്കരുത്, അവസരപ്പെടരുത്. ഹൃദയം പറയുന്നത് കേൾക്കുക. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ 3 നമ്പറുകളിൽ ഒന്ന് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. തിരഞ്ഞെടുത്ത ശേഷം താഴെ കമന്റ് ചെയ്യുക, ഞാൻ തിരഞ്ഞെടുത്തത് ഈ ചിത്രമാണ്. ഇത് വെറും കമന്റ് അല്ല, ഇതൊരു സാക്ഷ്യമാണ്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകും, എനിക്ക് ആരോ വിളിക്കുന്നത് പോലെ തോന്നാറുണ്ട്. അത് ഒരു ദൈവിക ബന്ധമാണ്. നിങ്ങളുടെ ആത്മാവ് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്ന ദൈവിക ശക്തിയിലേക്ക് സ്വാഭാവികമായിട്ട് ആകർഷിക്കപ്പെടും. ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ദേവരൂപം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആ ശക്തിയെ സൂചിപ്പിക്കുന്നു. ഭയപ്പെടരുത്. ഈ സന്ദേശം നിങ്ങളെ ഭയപ്പെടുത്താനല്ല, നിങ്ങളെ തയ്യാറാക്കാനാണ്. ചിലർക്കിത് ഒരു ഉറപ്പായിരിക്കും, ചിലർക്കിത് ഒരു മുന്നറിയിപ്പായിരിക്കും, ചിലർക്കിത് ഒരു ആശ്വാസമായിരിക്കും. പക്ഷെ എല്ലാവർക്കും ഇത് ഒരു അനുഗ്രഹം തന്നെയാണ്. ഇപ്പോൾ വീണ്ടും നിങ്ങൾ കണ്ണടയ്ക്കുക. ഹൃദയത്തിൽ നിന്ന് ഒരു പ്രാർത്ഥന പറയുക. ദൈവമേ, എനിക്ക് വേണ്ടത് നീ അറിയുന്നുണ്ട്, എന്നോട് നീ സംസാരിക്കണം. 3, 2, 1. ഇപ്പോൾ നിങ്ങൾ കണ്ണുകൾ തുറക്കുക. നിങ്ങളുടെ ഹൃദയം പിടിക്കുന്ന ആ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഓരോ ചിത്രം തിരഞ്ഞെടുത്തവരുടെയും ഫലങ്ങളെക്കുറിച്ച് പറയാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഞാനിവിടെ പറയുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ കൃത്യത, ജെന്യൂനിറ്റി എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ 1-ാം നമ്പർ ചിത്രമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സന്ദേശമാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണെങ്കിൽ അത് ഒരിക്കലും യാദൃശ്ചികമല്ല. ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങളെ വിളിച്ചു. കൃഷ്ണ ഭഗവാൻ ആരെയാണ് വിളിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? അവനെ മനസ്സിൽ വിളിക്കുന്നവരെയല്ല, മനസ്സിൽ വേദന ഒളിപ്പിച്ചിരിക്കുന്നവരെയാണ്. നിങ്ങൾ പുറത്ത് ശക്തനായ പോലെ തോന്നിച്ചാലും അകത്ത് വളരെ നിസ്സഹായത അനുഭവിക്കുന്ന ഒരാളാണ്. നിങ്ങൾ ഒറ്റയ്ക്കായി പല പോരാട്ടങ്ങളും നടത്തി. പക്ഷെ ഇനി ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു, മതി, ഇനി ഞാൻ കൈപിടിക്കും. നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ 3 കാര്യങ്ങളിൽ ഒന്നുമായിട്ട് പോരാടുന്നുണ്ട്. അതിൽ 1-ാമത്തെ കാര്യം മനസ്സിലെ ആശയക്കുഴപ്പമാണ്. ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥ, ഒരു വഴി തിരഞ്ഞെടുത്താൽ ശരിയാണോ എന്ന സംശയം,
രണ്ടാമതായിട്ട് ബന്ധത്തിലെ വേദനയാണ്. ഒരു വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയില്ല, നിങ്ങൾ നൽകിയ സ്നേഹം തിരിച്ചു കിട്ടിയില്ല. മൂന്നാമതായിട്ട് സാമ്പത്തിക സമ്മർദ്ദമാണ്. വരുമാനമുണ്ടെങ്കിലും സമാധാനമില്ല, അല്ലെങ്കിൽ ജോലി ബിസിനസ്സിൽ തടസ്സം നേരിടുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു, ഇത് ശിക്ഷയല്ല, ഇത് ശിക്ഷണമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാം നിങ്ങളെ വലിയൊരു ഉയർച്ചയ്ക്കായിട്ട് തയ്യാറാക്കുകയാണ്. അടുത്ത 90 ദിവസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കും. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഊർജം പ്രവർത്തനം തുടങ്ങുകയാണ്. അപ്രതീക്ഷിതമായിട്ട് ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു അവസരം, ഒരു പഴയ ബന്ധം വീണ്ടും ബന്ധപ്പെടൽ, അങ്ങനെ ഒരു നല്ല വാർത്ത നിങ്ങളെ തേടിയെത്തും. അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ തടഞ്ഞുകിടന്ന പണം നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഒരു പുതിയ വരുമാന മാർഗം നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും. ഇനി അതുപോലെ തന്നെ നിങ്ങളെ വേദനിപ്പിച്ച കാര്യം, അത് പതിയെ പതിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകും. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില ആത്മീയ ക്രമങ്ങൾ അല്ലെങ്കിൽ ആത്മീയ പരിഹാരങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദിവസവും രാവിലെ കുളിച്ച് ശരീരശുദ്ധി വരുത്തി 108 പ്രാവശ്യം കൃഷ്ണ എന്ന് ജപിക്കുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ മഞ്ഞപ്പൂവ് ഭഗവാന് സമർപ്പിക്കുക. 21 ദിവസം തുടർച്ചയായിട്ട് ഒരു ചെറിയ കാരുണ്യ പ്രവൃത്തി ചെയ്യുക. ഇനി ദിവസവും ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരു തവണയെങ്കിലും ചെയ്യുക. ശ്രീകൃഷ്ണ ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ളത് നിസ്വാർത്ഥമായിട്ടുള്ള കരുണയാണ്. ഇനി നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു സാധാരണ വ്യക്തിയല്ല. നിങ്ങൾക്കുള്ളിൽ ഒരു ദൈവിക ബോധമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത ഒരു ആഴമുള്ള അനുഭവം ഉണ്ടാകുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങളെ വിളിക്കുന്നത് സമ്പത്ത് തരാൻ മാത്രമല്ല, നിങ്ങളെ ഉണർത്താൻ കൂടിയാണ്. ഒരു സമയം വരും, നിങ്ങൾ പിന്നോട്ട് നോക്കി പറയും, അത് എൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്ന ചെറിയ ഒരു മുന്നറിയിപ്പുണ്ട്. അടുത്ത 30 ദിവസത്തിൽ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോയേക്കാം. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്. അത് നഷ്ടമല്ല, അത് സംരക്ഷണമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങളുടെ ചുറ്റുപാടുകൾ ശുദ്ധമാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക, മനസ്സിൽ ഒരു ചെറിയ പ്രാർത്ഥന പറയുക. കൃഷ്ണ ഭഗവാനെ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ അല്പം ലഘുവായി തോന്നുന്നുണ്ടോ? അത് ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്പർശനമാണ്. ഇന്നു മുതൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ഓരോ ചുവടിലും ഒരു ദിവ്യമായിട്ടുള്ള കൈയുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 1-ാം നമ്പർ ചിത്രമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണെങ്കിൽ കമന്റ് ബോക്സിൽ കൃഷ്ണ ഭഗവാനെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് രേഖപ്പെടുത്തുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 1-ാമത്തെ ചിത്രമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് 2-ാമത്തെ ചിത്രമായിട്ടുള്ള മഹാദേവന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 2-ാം നമ്പർ ചിത്രമായിട്ടുള്ള മഹാദേവന്റെ ചിത്രമാണെങ്കിൽ ഇത് ഒരു ശക്തമായ ആത്മീയ അടയാളമാണ്. ശിവഭഗവാൻ എല്ലാവരെയും വിളിക്കാറില്ല. ഭഗവാൻ വിളിക്കുന്നത് ജീവിതത്തിൽ വലിയ മാറ്റത്തിന് തയ്യാറായവരെ മാത്രമാണ്. നിങ്ങളിപ്പോൾ ഒരു പഴയ ജീവിതഘട്ടത്തിന്റെ അവസാനത്തിലും പുതിയ തുടക്കത്തിന്റെ കവാടത്തിലും നിൽക്കുകയാണ്. നിങ്ങൾ അനുഭവിച്ച വേദന വ്യർത്ഥമായിട്ടില്ല. ശിവഭഗവാൻ പറയുന്നു, നിന്റെ സഹനശക്തി ഞാൻ കണ്ടു. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ശാന്തതയില്ല. പുറത്ത് നിങ്ങൾ സാധാരണ പോലെ പെരുമാറുന്നു, പക്ഷെ അകത്ത് ഒരു കൊടുങ്കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അനുഭവിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, വിശ്വാസഭംഗം. ഒരാളിൽ നിങ്ങൾ വിശ്വസിച്ചു, പക്ഷെ അവർ നിങ്ങളെ നിരാശപ്പെടുത്തി. രണ്ടാമതായിട്ട്, ഭാവിയെക്കുറിച്ചുള്ള ഭയം. നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനം നിങ്ങളെ അലട്ടുന്നു എന്നതാണ് സത്യം. മൂന്നാമതായിട്ട്, അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് ഊർജം വീട്ടിലോ ജോലിയിലോ ഒരു ഭാരമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ശിവഭഗവാൻ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്, ഇത് അവസാന ഘട്ടമാണ്, ഇനി ശുദ്ധീകരണം തുടങ്ങും. ശിവഭഗവാന്റെ ഊർജം ആദ്യം എന്തു ചെയ്യും എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ശുദ്ധീകരണമാണ്. ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ തിരിച്ചറിയും. ഒരു സത്യം പുറത്തു വരും. ബന്ധങ്ങളൊക്കെയും ക്ലീൻ ചെയ്യപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് 2 പേർ അകന്നേക്കാം. അത് നഷ്ടമല്ല, സംരക്ഷണമാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. ഒരു നിർണായക തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അടുത്ത 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഒരു വലിയ തീരുമാനം എടുക്കും. ആ തീരുമാനം നിങ്ങളുടെ ജീവിത ദിശ തന്നെ മാറ്റും. നിങ്ങൾ ഒരിക്കലും ഒരു സാധാരണ വ്യക്തിയല്ല. നിങ്ങൾക്കുള്ളിൽ ഒരു ശിവത്വമുണ്ട്. ശാന്തതയും കോപവും കരുണയും ശക്തിയും ഇതെല്ലാം ഒരുമിച്ചുള്ളവരാണ് നിങ്ങൾ. ശിവഭഗവാൻ നിങ്ങളെ വിളിക്കുന്നത് നിങ്ങളുടെ ശക്തി തിരിച്ചറിയാനാണ്. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മൂല്യം കുറച്ചു കണ്ടിട്ടുണ്ട്. ഇനി അത് മാറും. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ചില ആത്മീയ പരിഹാര മാർഗങ്ങളുണ്ട്.
അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 108 തവണ ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കുക. രാവിലെ ഒരു ചെറിയ അർഘ്യം സമർപ്പിക്കുക, വെള്ളം സമർപ്പിക്കുക. 21 ദിവസം ആവശ്യമില്ലാത്ത കോപം നിയന്ത്രിക്കുക. ശിവഭഗവാന് ഏറ്റവും പ്രിയം നിയന്ത്രിത മനസ്സാണ്. അതുപോലെ തന്നെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ചെറിയ ഒരു മുന്നറിയിപ്പുണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു പരീക്ഷണമുണ്ട്. അടുത്ത 30 ദിവസത്തിൽ ഒരു പരീക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. ഒരു തെറ്റിദ്ധാരണ, ഒരു തർക്കം, ഒരു സാമ്പത്തിക സമ്മർദ്ദം. പക്ഷേ നിങ്ങൾ ഭയപ്പെടരുത്. ശിവഭഗവാൻ പറയുന്നു, നീ ഭയപ്പെടുമ്പോൾ ഞാൻ ശക്തി നൽകും. ഈ ഘട്ടം കടന്നുപോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു തിരിഞ്ഞുപോക്കുണ്ടാകും. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഭാവിയിലുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാമ്പത്തിക ഉയർച്ചയുണ്ടാകും. ഇപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക, മനസ്സിൽ ശിവഭഗവാനെ കാണാൻ ശ്രമിക്കുക. ഒരു ഹിമാലയ ശാന്തത, ഒരു ദീപ്തമായ ത്രിനേത്രം. മനസ്സിൽ മന്ദമായി ജപിക്കുക, ഓം നമഃശിവായ. നിങ്ങളുടെ നെഞ്ചിലെ ഭാരം കുറയുന്നതായി തോന്നുന്നുണ്ടോ? എങ്കിൽ അത് ശിവഭഗവാന്റെ അനുഗ്രഹമാണ്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 2-ാം നമ്പർ ചിത്രമായിട്ടുള്ള ശിവഭഗവാന്റെ ചിത്രമാണെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ, ഓം നമഃശിവായ. ഇത്രയും കാര്യങ്ങളാണ് 2-ാം നമ്പർ ചിത്രമായിട്ടുള്ള ശിവഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് 3-ാം നമ്പർ ചിത്രമായിട്ടുള്ള ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 3-ാം നമ്പർ ചിത്രമായിട്ടുള്ള ദേവിയുടെ ചിത്രമാണെങ്കിൽ ഇതൊരിക്കലും ഒരു സാധാരണ തിരഞ്ഞെടുപ്പല്ല. ഇത് അമ്മയുടെ വിളിയാണ്. ദേവി ആരെയാണ് വിളിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? വളരെ സഹിച്ചവരെ, മനസ്സിൽ വേദന ഒളിപ്പിച്ചവരെ, കണ്ണീരോടെ ഉറങ്ങുന്നവരെ. നിങ്ങൾ പുറത്തു ശക്തിയായി തോന്നിച്ചാലും അകത്ത് തളർന്നിരിക്കുന്നു എന്നതാണ് സത്യം. അമ്മ പറയുന്നു, മകളെ അല്ലെങ്കിൽ മകനെ, ഇനി ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ 3 വേദനകളിൽ ഒന്നുണ്ട്. അനീതിയുടെ വേദന, നിങ്ങൾ ചെയ്ത നല്ലത് തിരിച്ചു കിട്ടിയില്ല. കുടുംബഭാരം, വീട്ടിൽ ഒരു പ്രശ്നം നിങ്ങളെ മാനസികമായിട്ട് തളർത്തുന്നു. 3-മതായിട്ട് സാമ്പത്തിക തടസ്സം, പണം വരും പക്ഷെ നിൽക്കില്ല, അല്ലെങ്കിൽ ശ്രമം ഫലം കാണുന്നില്ല. ദേവി പറയുന്നത് ഇങ്ങനെയാണ്, ഇത് നിന്റെ ദുർബലതയല്ല, ഇത് നിന്റെ ശക്തിയിലേക്കുള്ള യാത്രയാണ്. ദേവിയുടെ ഊർജം എന്താണ് ആദ്യം ചെയ്യുന്നത്? സംരക്ഷണമാണ്, അല്ലെ? നെഗറ്റീവ് എനർജിയെ നീക്കം ചെയ്യും. നിങ്ങളുടെ ചുറ്റുപാടിൽ ഉണ്ടായിരുന്ന ദൃഷ്ടി, അസൂയ, ദോഷബുദ്ധി ഇവയൊക്കെയും പതിയെ കുറയാൻ തുടങ്ങും. നിങ്ങളുടെ വീട്ടിലേക്ക് ശുഭവാർത്ത വന്നു ചേരും. ഒരു സന്തോഷകരമായിട്ടുള്ള വിവരം, വിവാഹം, ഗർഭവാർത്ത, ജോലി അവസരം ഇവയിൽ ഒന്നെങ്കിലും ലഭിക്കും. സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ കഴിയും. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സഹായം അല്ലെങ്കിൽ ഒരു പുതിയ വരുമാന മാർഗം നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും. നിങ്ങൾക്കുള്ളിലെ ഒരു പ്രത്യേക ശക്തിയുണ്ട്. നിങ്ങൾ പലപ്പോഴും സ്വന്തം മൂല്യം കുറച്ചു കണ്ടിട്ടുണ്ട്. അമ്മ പറയുന്നു, നീ ദുർബലയല്ല, നീ ശക്തയാണ്. നിങ്ങളുടെ വാക്കിന് ഇനി വില ലഭിക്കും. നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് ഫലം വരും. നിങ്ങൾ ചെയ്യേണ്ട ചില ആത്മീയ മാർഗങ്ങൾ അല്ലെങ്കിൽ ആത്മീയ പരിഹാരങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുന്നിലായിട്ട് ഒരു ദീപം തെളിയിക്കുക എന്നുള്ളതാണ്. ഒരു മൺചിരാതില് നെയ്യൊഴിച്ച് അതിലേക്ക് തിരിയിട്ട് ഒരു ദീപം തെളിയിക്കുക ഏറ്റവും ഐശ്വര്യപ്രദമാണ്. നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെയും മാറാൻ ഇത് വളരെയധികം ഉപകാരപ്രദമാകും. അതുപോലെ തന്നെ അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിലായിട്ട് വെള്ളിയാഴ്ച ദിവസം ചുവപ്പ് പൂവ് സമർപ്പിക്കുക. 21 ദിവസം തുടർച്ചയായിട്ട് അമ്മയെ രക്ഷിക്കണം എന്ന് ഹൃദയത്തിൽ നിന്ന് പറയുക. ദേവിക്ക് ഏറ്റവും പ്രിയം സത്യമായ വിളിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ഒരു പരീക്ഷണം സംഭവിക്കാം. അടുത്ത 30 ദിവസത്തിൽ ഒരു ചെറിയ മാനസിക പരീക്ഷണം വരാം. ഒരു തെറ്റിദ്ധാരണ, ഒരു ചെറിയ നഷ്ടം, ഒരു നിരാശ. പക്ഷേ ഭയപ്പെടരുത്, ഇത് അവസാന പരീക്ഷണം മാത്രമാണ്. അതിനുശേഷം വലിയ തിരിച്ചുപോക്കുണ്ട്. ഇനി ദേവി നിങ്ങൾക്ക് ഭാവിയിൽ നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കുടുംബ സമാധാനം തന്നെയാണ്. വീട്ടിൽ സമാധാനം വീണ്ടെടുക്കും. അതുപോലെ തന്നെ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉറച്ചു നിൽക്കും. നിങ്ങൾ വീണ്ടും ചിരിക്കാൻ തുടങ്ങും. ഒരു ദിവസം നിങ്ങൾ പിന്നോട്ട് നോക്കി പറയും, അത് അമ്മയുടെ കരുണകാലമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. ഒരു ദീപത്തിന്റെ ജ്വാല മനസ്സിൽ കാണുക. ആ ജ്വാലയിൽ അമ്മയുടെ രൂപം തെളിഞ്ഞു വരുന്നു. മന്ദമായി പറയുക,
അമ്മേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. നിങ്ങളുടെ നെഞ്ചിലെ ഭാരം കുറയുന്നതായിട്ട് തോന്നുന്നുണ്ടോ? എങ്കിൽ അത് അമ്മയുടെ സ്പർശനമാണ്. നിങ്ങൾ തിരഞ്ഞെടുത്തത് മൂന്നാമത്തെ ചിത്രമായിട്ടുള്ള ദേവിയുടെ ചിത്രമാണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ, അമ്മയെ ഞാൻ വിശ്വസിക്കുന്നു എന്ന്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. നിങ്ങൾ തിരഞ്ഞെടുത്ത ഓരോ ചിത്രങ്ങളും നിങ്ങൾക്ക് നൽകുന്നത് വലിയ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങൾ ഉൾക്കൊള്ളാൻ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് പ്രപഞ്ചശക്തിയോട് നന്ദി പറഞ്ഞുകൊണ്ട് കമന്റ് ബോക്സിൽ പ്രപഞ്ചശക്തി നന്ദി എന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.